ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. ഇന്ന് നോക്കാൻ പോകുന്ന മോണോഫേസിക് ലിക്വിഡ്സ് ആൻഡ് ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമാണ്. കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഇനി അത് മാത്രമല്ല ശ്രദ്ധയിൽ വേണം, ലിക്വിഡ് ഡോസേജ് ഫോം ആണ് എന്നുള്ളത് മൈൻഡിൽ വേണം കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം, അല്ലെങ്കിൽ എന്താണ് മോണോഫേസിക് ലിക്വിഡ്സ്. സോ മോണോഫേസിക് ലിക്വിഡ്സ് എന്ന് വെച്ചാൽ കോൺസിഡർ സിംഗുലർ ഫേസ്, അതിന് സിംഗുലർ ഫേസ് ആയിരിക്കും. വെയർ ഇൻ സൊല്യൂട്ട് ആർ ഹോളി സോലുബിൾ വിത്തിൻ ദ സോൾവെന്റ്. എന്താണ് സൊല്യൂട്ട്സുകൾ സോൾവെന്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹോളി സോലുബിൾഡ് ആയിരിക്കും. ദീസ് ഫോർമുലേഷൻ ആർ ഹോമോജീനസ് സിസ്റ്റം. പേര് പറയുന്ന പോലെ തന്നെ ഹോമോജീനസ് ആയിരിക്കും. എവിടെ നിങ്ങൾ എടുത്താലും ഒരേ ഈക്വൽ എമൗണ്ട് ആയിരിക്കും അതിന്റെ കമ്പോസിഷൻ ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഉപ്പ് വെള്ളം കലക്കുവാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കലങ്ങുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് എവിടെ നിന്ന് കുടിച്ചാൽ ഉപ്പ് അത് തന്നെ കിട്ടും അല്ലേ, അല്ലാണ്ട് കുറച്ച് ഭാഗത്ത് സെറ്റിലായി കിടക്കുകയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും ഇതിലില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഇന്റേണൽ യൂസും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് മോണോഫേസ് ഒരൊറ്റ ഫേസ്, അതാണ് ഉദ്ദേശിക്കുന്നത് മോണോഫേസ് കേട്ടോ. സോ നമ്മൾ ഇതിനെ ഒരുപാട് ഇത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ആ ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ മോണോഫേസിക് ലിക്വിഡ് ഫോർ ഇന്റേണൽ യൂസ് ആണ്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ യൂസ് പറയുക. എക്സാമ്പിൾ സൊല്യൂഷൻ, മിക്സ്ചർ, സിറപ്പ്, എലിക്സർ, ലിങ്ചേഴ്സ് എക്സെട്ര ഒക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് മിക്സ്ചേഴ്സ് ആണ്. എന്താ മിക്സ്ചേഴ്സ് എന്ന് പറയാം. സോ ദീസ് ആർ ലിക്വിഡ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് മെഡിക്കമെന്റ് ഫോർ ഇന്റേണൽ യൂസ് ഓഫൺ കംപ്രൈസിങ് മൾട്ടിപ്പിൾ ഡോസ്. സോ നോർമൽ നമ്മൾ കൂടുതലും ഇന്റേണൽ യൂസിൽ എടുക്കുക കേട്ടോ. പിന്നെ മൾട്ടിപ്പിൾ ഡോസ് ആയിട്ട് ഇപ്പൊ നമ്മൾ സിറപ്പൊക്കെ മേടിച്ച് എങ്ങനെയാണ് നമ്മൾ 2-3 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഡോസേജ് കണക്കാക്കി നമ്മൾ കഴിക്കും അല്ലേ. സോ ബേസിക്കലി ഞാൻ ഈ പറയുന്നത് മോണോഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമില് ഇന്റേണൽ യൂസിനകത്ത് വരുന്ന മിക്സ്ചേഴ്സിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. സോ മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് കാർബണേറ്റ് മിക്സ്ചർ. ഒരു എക്സാമ്പിൾ പഠിക്കുക, ഫോർമുല NHCO3 ആണ്. സോ കോമ്പൗണ്ട് ടിഞ്ചർ ഓഫ് കാർഡമം, അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയ, വീക്ക് ടിഞ്ചർ ഓഫ് ജിഞ്ചർ, സ്പിരിറ്റ് ഓഫ് ക്ലോറോഫോം, പെപ്പർമിന്റ് വാട്ടർ. അപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ പഠിക്കുക കേട്ടോ. സോ പ്രൊസീജിയർ എങ്ങനെയാണ്, ഡിസോൾവ് സോൾട്ട് സബ്സ്റ്റൻസ് ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വെഹിക്കിൾ. നമുക്കൊരു വെഹിക്കിൾ ഉണ്ടായിരിക്കും, അതിലേക്ക് നമ്മുടെ സോൾട്ട് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുക, വോളറ്റൈൽ ലിക്വിഡ് ആഡ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുക. പിന്നെ ആവശ്യമുള്ള റിമൈനിങ് വെഹിക്കിൾ ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ വെൽ ക്ലോസ്ഡ് ഗ്രീനിഷ് ടിൻറ്റഡ് ഗ്രാജുവേറ്റഡ് ബോട്ടിൽസ് ആണ് നമ്മൾ കൂടുതലും ഇത് സ്റ്റോർ ചെയ്യുക. സോ കാർബണേറ്റീവ് ആണ്. പിന്നെ NHCO3 ഒരു ആസിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. മിക്സ്ചർ, കാർബണേറ്റ് മിക്സ്ചർ പഠിക്കുക, ഫോർമുല ഏതെങ്കിലും പഠിക്കുക, പിന്നെ ഏതെങ്കിലും പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, അത് അങ്ങനെ പഠിച്ചാൽ മതിയാകും. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോൾട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്, മിക്സ്ചർ കണ്ടെയ്ൻ സോലുബിൾ സബ്സ്റ്റൻസ്. ഇവിടെ സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, ഇവിടെ ഇൻഡിഫ്യൂസിബിൾ സോൾട്ട്സ് ആണ്. സോ എക്സാമ്പിൾ CuCO3 മിക്സ്ചേഴ്സ് ആണ്. സോ ഫോർമുല CaCO3, പിന്നെ കോമ്പൗണ്ട് പൗഡർ ഓഫ് ട്രക്കകാന്ത്, ടിങ്ചർ കെറ്റച്ചു, പ്യൂരിഫൈഡ് വാട്ടർ ആണ്. സോ ഏതെങ്കിലും എക്സാമ്പിൾ 2-3 പഠിക്കുക. സോ ബിക്കോസ് നമ്മൾ ഫോർമുലേഷൻ പഠിക്കുകയാണ് ചെയ്യുക, അപ്പം CaCO3 മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഫോർമുലേഷൻ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ പഠിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിന് വരുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ് പൗഡർ ചെയ്യുക, ലൈക്ക് പൗഡർ ദ ഇൻഡിഫ്യൂസിബിൾ സോൾട്ട്സ്. നമുക്ക് ലീക്കില്ല എന്ന് തോന്നുന്ന സാധനങ്ങളെ പൗഡർ ചെയ്യുക. ആൻഡ് കോമ്പൗണ്ട് വിത്ത് അതർ സോളിഡ്സ്, മറ്റുള്ള സോളിഡ്സുമായിട്ട് കോമ്പൗണ്ട് ചെയ്യുക, ലിക്വിഡ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുക, വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക, ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഇൻഡിഫ്യൂസിബിൾ സോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കും മുന്നേ എന്ത് ചെയ്യണം, ഷേക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതും സെയിം തന്നെയാണ്, ഗ്രീനിഷ് ടിൻറ്റഡ് ഗ്രാജുവേറ്റ് ബോട്ടിൽ തന്നെയാണ് വെക്കുന്നത്. സോ ഡയറിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ CuCO3 ടിഞ്ചർ കെറ്റച്ചു ആക്ടിങ് ആസ് ആൻറ്റി ഡയറൽ ഏജൻറ്റ്. ഇതൊരു ആൻറ്റി ഡയറൽ, ഇപ്പോൾ നമുക്ക് വയറ്റിളൊക്കെ ഉണ്ടാവുമല്ലോ, തൂറ്റിലിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധനമാണ്. പിന്നെ കോമ്പൗണ്ട് പൗഡർ ഓഫ് ട്രക്കകാന്ത്, സസ്പെൻഡിങ് ഏജൻറ്റ്. പല ഫോർമുലേഷനിലും സസ്പെൻഡിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഫോർമുലേഷൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ സസ്പെൻഡിങ് ഏജൻറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ സിമ്പിൾ സാധനമാണ്, നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഡിഫ്യൂസിബിൾ സോൾട്ട്. അപ്പോൾ ഇൻഡിഫ്യൂസിബിൾ പറഞ്ഞു, ഡിഫ്യൂസിബിൾ ആണ്. എക്സാമ്പിൾ MgSO4 മിക്സ്ചർ ആണ്. സോ ലൈറ്റ് മെഗ്നീഷ്യം കാർബണേറ്റ്, പെപ്പർമെന്റ് വാട്ടർ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോറേജ് തന്നെയാണ്. പിന്നെ പ്രോപ്പർ ലേബിളിംഗ് വേണം എന്നുള്ളതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സലൈൻ പർഗേറ്റീവ് ആണ്. ലൈറ്റ് മെഗ്നീഷ്യം ആന്റാസിഡ് ആണ്, ലക്സേറ്റീവ് ആണ്. പെപ്പർമിന്റ് വാട്ടർ ഫ്ലേവേർഡ് വെഹിക്കിൾ ആണ്. സോ ബേസിക്കലി ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതിയാൽ മതിയായിരിക്കും. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇനി മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് പ്രിപ്പറേഷൻ
സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മിക്സ്ചർ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്സ് ആണ്. നമ്മൾ ചില ലിക്വിഡ്സുകൾ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യും. സോ എക്സാമ്പിൾ പൊട്ടാസ്യം അയഡൈഡ് മിക്സ്ചർ ആണ്. പൊട്ടാസ്യം അയഡൈഡ് ടിങ്ചർ ലൊബീലിയ ഈതർ, ടിങ്ചർ സ്ട്രമോണിയം ക്ലോറോഫോം വാട്ടർ ആണ് ഫോർമുല. സോ ബേസിക്കലി നമ്മൾ കോമ്പൗണ്ട് ട്രഗാൻ പൗഡറോ അല്ലെങ്കിൽ മ്യൂസിലേജോ നമ്മൾ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ പ്രൊസീജിയറിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ സ്റ്റോറേജ് തന്നെയാണ്. പിന്നെ അയോഡൈഡ് ആയതുകൊണ്ട് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പർപ്പസ് നമുക്ക് ഉണ്ട്. അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ അയഡിൻ തെറാപ്പിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പൊട്ടാസ്യം അയഡിൻ ആണ്. പൊട്ടാസ്യം അയഡിൻ ടിങ്ചർ ലൊബീലിയ ഈതർ, ടിങ്ചർ സ്ട്രമോണിയം ക്ലോറോഫോം വാട്ടർ ആണ്. സോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മിക്സ്ചർ തന്നെ സോൾഡുകളെല്ലാം ഒരുമിച്ച് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക, അതിൻ്റെ കൂടെ ട്രഗകാന്തോ മ്യൂസിലേജോ ആഡ് ചെയ്യുക. അതാണ് പ്രസിപ്പിറ്റേഷൻ ഒഴിവാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് സ്ലൈറ്റ്ലി സോലുബിൾ ലിക്വിഡ്സ്. ഇതിൻ്റെ ഹെഡിങ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ മിക്സ്ചർ കണ്ടെയ്നിങ് സ്ലൈറ്റ്ലി സോലുബിൾ ലിക്വിഡ്സ് കണ്ടോ, കുറച്ചേ സോലുബിൾ ആകുന്ന ലിക്വിഡ്സേ ഉള്ളൂ എന്നാണ് അതിനർത്ഥം. നേരത്തെ എന്താണ് മിക്സ്ചർ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്സ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ അത് എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇത് നമുക്ക് നോക്കാം. പെരാൾഡിഹൈഡ് മിക്സ്ചർ ആണ് സ്ലൈറ്റ്ലി സോലുബിൾ ലിക്വിഡ്സിന് എക്സാമ്പിൾ. പെരാൾഡിഹൈഡ് സിറപ്പ്, ലിക്വിഡ് എക്സ്ട്രാക്ട് ഓഫ് ലിക്വറൈസ് വാട്ടർ ആണ്. ഇനി പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്യുക, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോർ ഇൻ വെൽ ക്ലോസ് കണ്ടെയ്നർ ആണ്. പിന്നെ ഇൻഫൻറ്റ് കുഞ്ഞു കുട്ടികളിലൊക്കെ കൺവൽഷൻ വരുമോ, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കാറുണ്ട്. സെഡേറ്റീവ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേഷൻ ഓഫ് മിക്സ്ചർ ആൻഡ് ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്. സോ മിക്സ്ചറിന്റെ ഫോർമുലേഷനും ലിക്വിഡ് പ്രിപ്പറേഷന്റെ ഫോർമുലേഷനും എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മിക്സ്ചർ ആൻഡ് വേരിയസ് ലിക്വിഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ സെവറൽ അഡിക്റ്റീവ്സ് ഓർ എക്സിപ്പിൻ ആർ ഇൻക്ലൂഡ് ടു എൻഹാൻസ് സ്റ്റെബിലിറ്റി, എഫിക്കസി ആൻഡ് പെലാറ്റബിലിറ്റി. സോ നമ്മൾ ഒരു മിക്സ്ചർ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് പ്രിപ്പറേഷൻ ഉണ്ടാക്കുമ്പോഴോ നമുക്ക് നോക്കേണ്ട കുറച്ച് കോമൺ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർമുലേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ എക്സാമ്പിൾ പറയുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർമുലേഷൻ എന്തായിരിക്കും എന്നായിരിക്കും. അപ്പോൾ മിക്സ്ചർ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ലിക്വിഡ് പ്രിപ്പറേഷൻ ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് വെഹിക്കിൾ ആണ്. ഇത് പ്രൈമറി സോൾവെന്റ് ആണ്. വെഹിക്കിൾ ഒരു പ്രൈമറി സോൾവെന്റ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡ് ബേസ് ഓഫ് ഫോർമുലേഷൻ എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ വാട്ടർ, അറോമാറ്റിക് വാട്ടർ, സിറപ്പ്, വെഹിക്കിളൊക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കമെന്റ്. നമുക്കറിയാം ആക്റ്റീവ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഏതാണോ നമുക്ക് തെറാപ്യൂട്ടിക് എഫിക്കസ് തരിക എന്ന് നമുക്ക് അറിയുന്ന സാധനമാണ് മെഡിക്കമെന്റ്. എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ്, MgSO4, മെഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ആണ് എക്സാമ്പിൾ വരിക കേട്ടോ. അപ്പോൾ വെഹിക്കിളായി, മെഡിക്കമെന്റായി. നമുക്ക് ഇനിയും ഉണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ആന്റി ഓക്സിഡൻസ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ സോഡിയം മെറ്റാബൈസൾഫൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലേവേഴ്സ് ആണ്. പേര് പറയുന്ന പോലെ നമുക്ക് ഫ്ലേവറും തരിക, ടേസ്റ്റ് കൂട്ടുക, പെലാറ്റബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ലെമൺ സിറപ്പ്, ഓറഞ്ച് സിറപ്പ് ആണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് പ്രിസർവേറ്റീവ് ആണ്. പേര് പറയുന്ന പോലെ മൈക്രോബിയൽ ഗ്രോത്ത് കുറയ്ക്കുക അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുക, ഷെൽഫ് ലൈഫ് കൂട്ടുക. ക്ലോറോഫോം ബെൻസോയിക് ആസിഡ് ആണ് എക്സാമ്പിൾ വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഇനി ഓരോ എക്സാമ്പിൾസ് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഓരോ ലിക്വിഡ് ഫോർമുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ചേഴ്സ് ഫോർമുലേഷൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ലിങ്ക്ടസ് ആണ്. സോ എന്താ ലിങ്ക്ടസ്? ലിങ്ക്ടസ് വെച്ചാൽ സ്വീറ്റ് വിസ്കസ് ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്. സ്വീറ്റ് വിസ്കസ് ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്. ഇന്റേണൽ യൂസിനാണ് കൊടുക്കുക. കോമൺലി കഫ് ട്രീറ്റ്മെന്റ്, ചുമക്കൊക്കെ ഇല്ല, നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ലിങ്ക്ടസ്. സോ ബേസിക്കലി നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ ഇതൊക്കെ. സോ കുഞ്ഞു ഡോസിലാണ് കൊടുക്കുക. നമ്മൾ പയ്യെ എന്താണ് വെള്ളമില്ലാണ്ട് സിപ്പ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് സെഡേറ്റീവ്, എക്സ്പെക്ടോറൻ്റ് ഒക്കെയാണ് എക്സാമ്പിൾ വരിക. സോ എക്സാമ്പിൾ കൊഡീൻ, ലിങ്ക്ടസ്, BPC കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഡ്രൗട്ട് ആണ്. സോ ലിക്വിഡ് മെഡിക്കമെന്റ് ഫോർ ഇന്റേണൽ യൂസ്, ഉള്ളിലേക്ക് എടുക്കുന്നത് തന്നെയാണ്, ഇന്റേണൽ യൂസ് തന്നെയാണ്. സിംഗിൾ ഡോസ് കണ്ടെയ്നറിലാണ് വരിക കേട്ടോ. ഒറ്റ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നാരോ മൗത്ത്, സ്ക്രൂ ക്യാപ്ഡ്, കളർലെസ് പ്ലെയിൻ ബോട്ടിൽ, നമുക്ക് വായ്ക്കകത്ത് വെച്ച് കുടിക്കാൻ പറ്റുന്നത് പോലെയുള്ള നാരോ മൗത്ത് ആയിരിക്കും. നമുക്ക് മേലോട്ട് വരുമ്പോൾ കുഞ്ഞ് നാരോ പോലെ ഉണ്ടാവുക. സോ ബേസിക്കലി എമർജൻസി ട്രീറ്റ്മെന്റിൽ നമ്മൾ കൊടുക്കുക, ഡ്രൗട്ട് കൊടുക്കുക കേട്ടോ. എമറ്റിക്, നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പോയിസണിങ് വരും, നമ്മളിപ്പോൾ വിഷമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആ വിഷം പുറത്ത് പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഡ്രൗട്ട് കേട്ടോ. എമർജൻസി ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊക്കെ എമറ്റിക് ഡ്രൗട്ട്, പെരാൾഡിഹൈഡ് ഡ്രൗട്ട്. സോ ലിങ്ക്ടസ് ആയി, ഡ്രൗട്ടായി. സോ നിങ്ങൾ ഓൾറെഡി എക്സിപ്പിയൻസും പ്രിസർവേറ്റീവ്സും നോക്കി, ഇതൊക്കെയാണ് നമ്മുടെ ഫോർമുലേഷൻ അകത്ത് വരിക. സോ നമ്മളിനി ലിക്വിഡ് പ്രിപ്പറേഷനെ പറ്റി നമ്മൾ എക്സാമ്പിൾ പറയുവാണ് കേട്ടോ.
സോ നെക്സ്റ്റ് വൺ ഇസ് എലിക്സർ ആണ്. ക്ലിയർ ഫ്ലേവേർഡ് സ്വീറ്റൻഡ് ഹൈഡ്രോ ആൽക്കഹോളിക് ലിക്വിഡ് പ്രിപ്പറേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ എലിക്സർ. ചില ആൾക്കാർ സിറപ്പിൽ എഴുതി വെക്കാറുണ്ട് ഹൈഡ്രോ ആൽക്കഹോളിക് ആണെന്ന്. അവിടെ അങ്ങനെയല്ല. സിറപ്പ് എങ്കിൽ സ്വീറ്റ് ആയിരിക്കും, എലിക്സർ എങ്കിൽ ഹൈഡ്രോ ആൽക്കഹോളിക് ആയിരിക്കും. ആ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കുക. മെഡിക്കമെന്റ്സ് ഉണ്ടാവും, സിറപ്പ്, ഗ്ലിസറോൾ, വാട്ടർ, ഫ്ലേവറിംഗ് ഏജന്റ് ഒക്കെ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഇതിൽ ബേസിക്കലി ലേബിൾ നമ്മൾ എപ്പോഴും സ്റ്റോർ ഇൻ ഡാർക്ക് പ്ലേസ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. നമ്മൾ ഫ്ലേവറിംഗ് വെഹിക്കിൾ, പിന്നെ കോമൺലി യൂസ് ഫ്ലേവറിംഗ് വെഹിക്കിൾ, നമ്മൾ ഫ്ലേവറിംഗ് വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവൈലബിൾ സിമ്പിൾ ഓർ മെഡിക്കമെന്റ് എലിക്സർ. അതായത് നമുക്ക് വെറുതെ നമുക്കിപ്പം സിമ്പിൾ എലിക്സർ ആയിട്ട് കിട്ടും. നമുക്ക് അതിനകത്ത് മെഡിക്കമെന്റ് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അത് ബേസിക്കലി ഫ്ലേവർ കൊടുക്കുക എന്നുള്ളതാണ് എലിക്സറിന്റെ ഉപയോഗം കേട്ടോ. അത് മരുന്നുകളൊന്നും അല്ല. ഇതിലേക്ക് നമ്മൾ മെഡിക്കമെന്റ് പിന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സിറപ്പാണ്. പേര് പറയുന്ന പോലെ സ്വീറ്റ് ആയിരിക്കും. വിസ്കസ് കോൺസനേറ്റ് സൊല്യൂഷൻ ഓഫ് സൂക്രോസ്. നമ്മൾ എന്താണ് പഞ്ചസാര കാച്ചുക പറയില്ലേ, അത് തന്നെയാണ് പരിപാടി. സ്വീറ്റനിങ് ഏജന്റ് ആണ്, ഫ്ലേവേർഡ് വെഹിക്കിൾ ആണ്, ഡിമൽസന്റ് ആണ്, പ്രിസർവേറ്റീവ് ആണ്. സോ എലിക്സറും സിറപ്പും തമ്മിൽ ആകപ്പാടെ ഒരു ഡിഫറൻസ് ഉള്ളത് ഹൈഡ്രോ ആൽക്കഹോളിക് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എലിക്സറിൽ സിറപ്പ് ആഡ് ചെയ്യാം, ഗ്ലിസറോൾ വരാം, വാട്ടർ വരാം, ഫ്ലേവറിംഗ് ഏജന്റ് വരാം. സിറപ്പാണെങ്കിൽ അങ്ങനെയല്ല, ഫ്ലേവേർഡ് വെഹിക്കിൾ ആകാം, ഡിമൽസന്റ് ആകാം, പ്രിസർവേറ്റീവ് ആകാം എന്നുള്ളതാണ്. മിക്കവാറും ഇതിന്റെ ഡിഫറൻസ് വെക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി സ്റ്റോറേജ് ആണ്. ഫ്രഷ് പ്രിപ്പയർഡ് recommend unless special precaution for contamination prevention are taken. സോ ബേസിക്കലി നമ്മൾ സിറപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് പ്രിപ്പറേഷൻ ആണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഫ്രഷ് പ്രിപ്പറേഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ലോങ് ഡ്യൂറേഷനിൽ വെക്കേണ്ടി വരും. പിന്നെ സ്വീറ്റനിങ് ഏജന്റ് ആണ്, പ്രിസർവേറ്റീവ് ആണ്. പിന്നെ സൊല്യൂഷൻ്റെ വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനം കൂടെയാണ് സിറപ്പ്. സോ ബേസിക്കലി എലിക്സർ സിറപ്പ് പറയുമ്പോൾ മിക്സ്ചറിനേക്കാൾ മോർ ഓവർ പറയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡിക്റ്റീവ്സ് എന്ന് പറയാം. കാരണം നമുക്ക് ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇനി മോണോഫേസിക് ലിക്വിഡ്സ് മെൻ ഫോർ എക്സ്റ്റേണൽ യൂസ്. അപ്പോൾ നമ്മൾ ഇന്റേണൽ യൂസ് ആണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇനി എക്സ്റ്റേണൽ യൂസാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം എക്സ്റ്റേണൽ യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം. നമുക്ക് മൗത്ത് വാഷ് ഒക്കെ വരാം അല്ലേ. സോ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നു, നമുക്ക് സിസ്റ്റമിക് ആയിട്ട് അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. സോ നമ്മുടെ ഇൻഫെക്ഷൻസ് ഒക്കെ ട്രോപ്പിക്കൽ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക, ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക, പിന്നെ എന്താ നല്ല സ്മെല്ല് കിട്ടുക, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് മൗത്ത് വാഷ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മൗത്ത് വാഷ് എന്താണ്, അക്വ സൊല്യൂഷൻ ആണ് അല്ലേ. നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ബക്കൽ ക്യാവിറ്റിനെ നല്ല മണം കിട്ടാൻ വേണ്ടി. നമുക്കറിയാം നമുക്ക് ചിലപ്പോൾ വാട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക് ആണ്, റിഫ്രഷിംഗ് ആണ്, അസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ള. അസ്ട്രിഞ്ചൻ മീൻസ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റിംഗ് ആണ്. സോ ആൻറ്റിസെപ്റ്റിക് ആണ്, റിഫ്രഷിംഗ് ആണ്, അസ്ട്രിഞ്ചൻ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നാരോ മൗത്തഡ് ആയിരിക്കും. കളേർഡ് ഫ്ലൂട്ടഡ് ബോട്ടിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കളേർഡ് ഫ്ലൂട്ടഡ് ബോട്ടിൽ ആയിരിക്കും ഉണ്ടാവുക, പ്ലാസ്റ്റിക് സ്ക്രൂ ക്യാപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ലേബിൾ പറയുവാണെങ്കിൽ നമ്മൾ ബേസിക്കലി എല്ലാ മൗത്ത് വാഷും പറയാറില്ല. ചില മൗത്ത് വാഷ് വാം വാട്ടറിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ വാം വാട്ടറിൽ മിക്സ് ചെയ്യണം നമ്മൾ പറയാറുണ്ട്. സോ അത് നമ്മൾ നോക്കി വെച്ചാൽ മതി. പിന്നെ വെൽ ക്ലോസ് കണ്ടെയ്നർ ആണ്. എക്സാമ്പിൾ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് മൗത്ത് വാഷ് കണ്ടിന്യൂ സോഡിയം ക്ലോറൈഡ് ആൻഡ് NaHCO3 ഇൻ പെപ്പർമിൻറ്റ് വാട്ടർ. സോ പെപ്പർമിൻറ്റും ഉണ്ട്, NaHCO3 ഉണ്ട്, NaCl ഉണ്ട്. അപ്പോൾ ഇൻ കേസ് പ്രൊസീജിയർ പറയുവാണെങ്കിൽ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വെഹിക്കിൾ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് മാത്രം ഒരു എക്സാമ്പിൾ കൊടുത്ത് നിങ്ങൾ വിട്ടാൽ മതിയാകും. കാര്യം എളുപ്പമല്ല, ഈ ഒരു എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. NaCl, NaHCO3, പെപ്പർമിൻറ്റ് മാത്രം പഠിച്ചാൽ മതി. പ്ലസ് ആഡ് ചെയ്യുന്നു, പിന്നെ അത് സ്റ്റോർ ചെയ്യേണ്ട ഉണ്ട്, ലേബിൾ ഉണ്ട്, എല്ലാം ഉണ്ട്, ആഡ് ചെയ്യുന്നു, അങ്ങ് ചെയ്യുന്നു മാത്രം എഴുതിയാൽ മാത്രം മതിയാകും കേട്ടോ. ഇനി ഗാർഗിളാണ്. എല്ലാവർക്കും പറയും ഗാർഗിൾ എന്താണ്, ത്രോട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. വാം വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ മെഡിക്കമെന്റ് ഉണ്ടായിരിക്കും, അതുമായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഗാർഗിൾ പിടിക്കും, തുപ്പിക്കളയുന്നു. ഇതും അതുപോലെ തന്നെ നാരോ മൗത്തഡ് കളർലെസ് ഫ്ലൂട്ടഡ് ബോട്ടിലായിരിക്കും, സ്ക്രൂ ക്യാപ്പ് ആയിരിക്കും. ഡൈല്യൂഷൻ ചെയ്യണം ലേബലിൽ. പിന്നെ സ്റ്റോർ വെൽ ഇൻ ക്ലോസ് കണ്ടെയ്നർ. പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ഉപയോഗിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് ത്രോട്ട് പെയിന്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ഇത് ലിക്വിഡ് പ്രിപ്പറേഷൻ തന്നെയാണ്. മ്യൂക്കസ് മെംബ്രെയിനിൽ ബക്കൽ കാവിറ്റിയിലൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് മൗത്ത് അൾസർ വരില്ലേ, മുറിവൊക്കെ വരില്ലേ, അപ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രോട്ട് പെയിന്റ്. കൂടുതലും ആൻറ്റിസെപ്റ്റിക് ആണ്, അസ്ട്രിഞ്ചൻ ആണ്, അനാൽജസിക് പ്രോപ്പർട്ടിയും ഉണ്ട്. ഓക്കെ, വൈഡ് മൗത്തഡ് സ്ക്രൂ ആയിരിക്കും. ഇത് നാരോ അല്ല, നല്ല തുറന്നതായിരിക്കും. എന്തൊരു ബ്രഷൊക്കെ ഉണ്ടാവും കേട്ടോ, അത് നമുക്ക് എടുത്ത് നമുക്ക് തൊടാനൊക്കെ പറ്റും. സോ കളേർഡ് ബോട്ടിലായിരിക്കും, വിത്ത് ബ്രഷസ് ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്ന് ലേബിളിംഗ് വേണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഈ പഠിപ്പിക്കുന്ന എല്ലാത്തിനും ഫോർ എക്സ്റ്റേണൽ യൂസ് ആണെന്നുള്ളത് ലേബിളിംഗ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റോർഡിന് എയർ ടൈറ്റ് കൂൾ കണ്ടെയ്നർ, കൂൾ പ്ലേസിൽ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലേബിൾ ചെയ്തൊക്കെ ഭയങ്കര സിമ്പിളാണ്.
ഇനി ഇയർ ഡ്രോപ്പ് ആണ്, നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ ചെവിയിൽ ഒഴിക്കുന്ന സാധനമാണ് അല്ലേ. സോ ഒന്നെങ്കിൽ സസ്പെൻഷൻ ആയിരിക്കാം, ലിക്വിഡ് പ്രിപ്പറേഷൻ ആണ്, ബേസിക്കലി സൊല്യൂഷനോ അല്ലെങ്കിൽ സസ്പെൻഷനോ ആയിരിക്കാം, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെഡിക്കമെന്റ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ള വെഹിക്കിളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പൊ ആ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും വാട്ടർ ആകാം അല്ലെങ്കിൽ ഓയിലാകാം, എന്ത് വേണമെങ്കിലും ആകാം. സോ കണ്ടെയ്നർ പറയുവാണെങ്കിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ബോട്ടിൽ ആയിരിക്കും, ഇത് ഡ്രോപ്പർ ഉണ്ടായിരിക്കണം. ലേബൽ, ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രിക്കോഷൻ റിഗാർഡിങ് യൂസേജ്. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ചില സാധനങ്ങൾ 1 മാസം കഴിഞ്ഞ് സ്റ്റോപ്പ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് വേണമെങ്കിൽ ആ പ്രിക്കോഷൻ കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി യൂസ് പറയുവാണെങ്കിൽ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വാക്സ് സോഫ്റ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സഹായിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നേസൽ ഡ്രോപ്പ് ആണ്. സോ നേസൽ ഡ്രോപ്പ് എല്ലാവർക്കും അറിയാം, എന്താ നേസൽ ഡ്രോപ്പ്? മൂക്കിൽ ഒഴിക്കുന്നതല്ലേ. സോ ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഹിസ്റ്റമിനിക് ആണ്, ലോക്കൽ അനസ്തറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതും ഫ്ലൂയിഡ് കളേർഡ് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്, പ്ലാസ്റ്റിക് സ്ക്രൂ ക്യാപ്പ് ഉണ്ടായിരിക്കും, ഡ്രോപ്പറും ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ യൂസ് ആണ്, സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ്. സോ നമുക്ക് ജസ്റ്റ് യൂസ് നോക്കാം, അത് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം നോക്കിപ്പോയാൽ മതി. ഇനി ലിനിമെൻസ് ആണ്, സൊല്യൂഷൻ ആണ്, സസ്പെൻഷൻ ഓർ എമൽഷൻ. അപ്പം ലിനിമെൻസ് ഒന്നെങ്കിൽ സൊല്യൂഷൻ ആയിട്ട് കാണാം, ഇല്ലെങ്കിൽ സസ്പെൻഷൻ ആയിട്ട് കാണാം, ഇല്ലെങ്കിൽ എമൽഷൻ ആയിട്ട് കാണാം. സോ നമ്മൾ എക്സ്റ്റേണലി ആണ് ആഡ് ചെയ്യുക. ഇവിടെ മസാജ് കൊടുക്കും, ശ്രദ്ധിക്കണേ, ലിനമെൻസിന് ചെറിയൊരു മസാജ് കൊടുക്കും. അനാൽജസിക് ആണ്, റുബിഫേഷ്യൻ്റ് ആണ്, കൗണ്ടർ റിട്ടൻ്റ് ആണ്, സ്റ്റിമുലേറ്റിംഗ് പ്രോപ്പർട്ടി. വേദന കുറയ്ക്കുന്നു, റുബിഫേഷ്യൻ്റ് ആണ്, കൗണ്ടർ റിട്ടൻ്റ് ആണ്. ഇപ്പൊ വേദനയ്ക്ക് കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, സ്റ്റിമുലേറ്റിംഗ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ കണ്ടെയ്നർ നാരോ മൗത്ത് കളേർഡ് ഫ്ലൂട്ടഡ് ബോട്ടിൽ വിത്ത് സ്ക്രൂ ക്യാപ്പ്. നമുക്ക് മേലോട്ട് നാരോ ചെയ്താണ് വരിക. സോ സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ് അവേ ഫ്രം ഫ്ലെയിം. കണ്ടോ, ശ്രദ്ധിക്കണേ, ഫ്ലെയിമിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് മേജറായിട്ട്. അപ്പോൾ സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാകാം, സസ്പെൻഷൻ ആയിട്ട് ഉണ്ടാകാം, എമൽഷൻ ആയിട്ടും ഉണ്ടാകാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ലോഷൻ ആണ്. സോ ലിക്വിഡ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ ആയിരിക്കും. ഇത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരു കൂളിംഗ് പ്രോപ്പർട്ടി തരിക നമുക്ക്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബോഡി ലോഷൻ നമുക്ക് എന്താ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി അല്ലേ. സോ ഇവിടെ നമ്മൾ ലിക്വിഡ് സസ്പെൻഷനോ ഡിസ്പേർഷനോ ആയിരിക്കും, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇതും ഫ്ലൂയിഡ് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്, വെരി ക്ലോസ് കണ്ടെയ്നറിലായിരിക്കണം. പിന്നെ തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, എന്നാൽ മോർ ഓവർ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ എക്സാമ്പിൾ സൺസ്ക്രീൻ ലോഷൻ, അതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് വരിക എന്നുള്ളതാണ്. സോ ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ എലിക്സർ ആൻഡ് സിറപ്പാണ്. നമ്മൾ പഠിച്ച സെയിം സാധനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ പഠിച്ച സെയിം സാധനം. ഇത് ലോഷനും ലെമനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഇതും പഠിക്കുക, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് സസ്പെൻഷൻ ആണ്. എന്താണ് സസ്പെൻഷൻ? സോ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. സോ മോണോഫേസിക് അല്ല, ബൈഫേസിക് ആണ്. 2 ഫേസ് ഉണ്ടാവും, ഒരു ഡിസ്പേർഷൻ ഫേസും ഉണ്ടാവും, ഒരു കണ്ടിന്യൂസ് ഫേസും ഉണ്ടായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ടായിരിക്കും, ഒരു കണ്ടിന്യൂസ് ഫേസും ഉണ്ടായിരിക്കും. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും ഇൻ ടു ദ കണ്ടിന്യൂസ് ഫേസ്. കണ്ടിന്യൂസ് ഫേസിൽ എന്തായിരിക്കും? ഡിസ്പേഴ്സ്ഡ് ഫേസ് യൂണിഫോംലി ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, കാർബോക്സി മീഥൈൽ സെല്ലോസ് ഒക്കെയാണ്. സോ ഫാർമസ്യൂട്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഇൻസോലുബിൾ അല്ലെങ്കിൽ പാർഷ്യലി സോലുബിൾ ഡ്രഗ്സ് ആണെങ്കിൽ എക്സാമ്പിൾ പ്രെഡ്നിസലോൺ. പിന്നെ മാസ്കിങ് ഓഫ് അൺപ്ലസന്റ് ടേസ്റ്റ്, ചിലതിന് ടേസ്റ്റ് മാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സസ്പെൻഷൻ യൂസ് ചെയ്യാറുണ്ട്, ക്ലോറാംഫിനിക്കോൾ ഒക്കെയാണ്. പിന്നെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രഗ് അബ്സോർപ്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സസ്പെൻഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കോസ്മെറ്റിക് ആപ്ലിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി 2 ഫേസുകൾ തമ്മിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന് റിലീസ് ആവുന്നതായാലും അതിൻ്റെ യൂസ് ആയാലും ഒക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പഠിക്കുക. ഇൻസോലുബിൾ ഓർ പാർഷ്യലി സോലുബിൾ ഡ്രഗ്സ് നമുക്ക് സസ്പെൻഷനായിട്ട് കൊടുക്കാം. പിന്നെ അൺപ്ലസന്റ് ടേസ്റ്റ് മാറ്റാൻ വേണ്ടി നമുക്ക് സസ്പെൻഷൻ കൊടുക്കാം. പിന്നെ ഡീഗ്രഡേഷൻ ഒഴിവാക്കാൻ വേണ്ടി സസ്പെൻഷൻ കൊടുക്കാം. ഡ്രഗിന്റെ അബ്സോർപ്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സസ്പെൻഷൻ കൊടുക്കാം. കോസ്മെറ്റിക് ആപ്ലിക്കേഷൻ വേണ്ടി സസ്പെൻഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അഡ്വാൻറ്റേജും പറയാം. സോ ക്ലാസിഫിക്കേഷൻ ആണ്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്തിട്ട് ഓൾ സസ്പെൻഷൻ, പാരന്റൽ, ഒപ്താൽമിക്, ട്രോപ്പിക്കൽ ഉണ്ട്. ഇനി സോൾട്ട് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഡൈല്യൂട്ട് സസ്പെൻഷൻ, കോൺസെൻട്രേറ്റ് സസ്പെൻഷൻ. ഇനി സൈസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ മോളിക്കുലർ ഡിസ്പേർഷൻ, കൊളോയിഡൽ ഡിസ്പേർഷൻ ആൻഡ് കോഴ്സ് ഡിസ്പേർഷൻ. ഇത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സസ്പെൻഷൻ ചോദിക്കുവാണെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തട്ടാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ജസ്റ്റ് വാട്ട് ഈസ് സസ്പെൻഷൻ, ഡിഫൈൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പോലും ജസ്റ്റ് ആ കണ്ടിന്യൂസ് ഫേസും ഡിസ്പേഴ്സ് ഫേസും എഴുതിയതിന് ശേഷം
ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന സാധനമാണ് കേട്ടോ. സോ ഐഡിയൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് കേട്ടോ. സോ ഇതിൽ സ്ലോ പാർട്ടിക്കിൾ സെഡിമെന്റേഷൻ. സോ സെഡിമെന്റേഷൻ എന്തിനാ പയ്യെ ആയിരിക്കണം, പെട്ടെന്ന് സെഡിമെന്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ ആ സെഡിമെന്റേഷൻ മാറി റീഡിസ്പേഴ്സ് ആവണം, തിരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റണം. കേക്ക് ഫോർമേഷൻ ഉണ്ടാവാൻ പാടില്ല, യൂണിഫോം പാർട്ടിക്കിൾ സൈസ് ആയിരിക്കണം, ഫിസിക്കൽ കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇത് ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാനും പറ്റും. എന്താണ് അഡ്വാൻറ്റേജ്? കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ടേസ്റ്റ് മാസ്ക് ചെയ്യണം, ബയോ അവൈലബിലിറ്റി. ബയോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് വിച്ച് റിലീസ് ഇൻ ദ സിസ്റ്റം സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ. അതിപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ഗുളിക കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൽ ആ മരുന്ന് പൂർണ്ണമായും അവിടെ വരിക, അതിനാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുക കേട്ടോ. ഇനി കൺട്രോൾഡ് വൺ സെറ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് അബ്സോർപ്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ കൺട്രോൾഡ് വൺ സെറ്റും ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത് അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അപ്പോൾ അതുപോലെ തന്നെ പഠിച്ചാൽ മതി. ഇനി ഡിസഡ്വാൻറ്റേജ് ആണ്, ഒന്ന് സെഡിമെന്റേഷൻ പാർട്ടിക്കിൾസിൽ ഉണ്ടാവാറുണ്ട്, പാർട്ടിക്കിൾ സെഡിമെന്റേഷൻ ഉണ്ടാവാറുണ്ട്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ കോംപ്ലക്സ് ഫോർമുലേഷൻ, ഈ ഫോർമുലേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യും. പിന്നെ ഡോസ് ആക്യുറസി മാറാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഷേക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ റീഡിസ്പേഴ്സ് ചെയ്യാൻ തരത്തിൽ നമ്മൾ ഷേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് അവിടെ ഇവിടെ വന്ന് കിടക്കുകയും പിന്നെ നമുക്കത് പ്രോപ്പറായിട്ടത് അത്ര എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോസ് ആക്യുറസിയിൽ വേരിയേഷൻ വരാം. ഇനി മെത്തേഡ് ഓഫ് ഫോർമുലേഷൻ ആണ്. പ്രസിപ്പിഷൻ മെത്തേഡ് ഉണ്ട്, ഡിസ്പേഴ്സൺ മെത്തേഡ് ഉണ്ട്, കൺട്രോൾഡ് ഫ്ലോക്കുലേഷൻ ഉണ്ട്, സ്ട്രക്ചേർഡ് വെഹിക്കിൾ ഉണ്ട്. മെത്തേഡ്സ് ഫോർ ഫോർമുലേഷൻ ആണ്, ഫോർമുലേഷൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്, ഡിസ്പേഴ്സൺ മെത്തേഡ്, കൺട്രോൾഡ് ഫ്ലോക്കുലേഷൻ, സ്ട്രക്ചേർഡ് വെഹിക്കിൾ. സോ ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ടെന്ന് വായിക്കുക, അതിന് മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഇനി അഡിക്റ്റീവ്സ് ഓർ എക്സിപ്പിയൻസ് ആണ്. സസ്പെൻഡിങ് ഏജന്റ് വേണം, വെറ്റിംഗ് ഏജന്റ് വേണം, സർഫാക്റ്റൻസ് വേണം, ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വേണം, സോൾവെന്റ്സ് വേണം, ബഫേഴ്സ് വേണം, പ്രിസർവേറ്റീവ്സ് വേണം, ഫ്ലേവറിംഗ് ഏജന്റ്, കളറിംഗ് ഏജന്റ്, സ്വീറ്റനിങ് ഏജന്റ്, ഇനി ഹ്യൂമക്റ്റൻസ്, ആന്റി ഓക്സിഡൻറ്റ്. സോ ബേസിക്കലി ഈ പ്രിസർവേറ്റീവ് മുതൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി മറ്റതിലും പറഞ്ഞതാണ്, അതുകൊണ്ട് എളുപ്പമാണ്. സോ ബാക്കിയുള്ളത് നമ്മൾ റെഫറൻസ് നോട്ട് നന്നായിട്ട് വായിക്കുക കേട്ടോ. സോ ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? സെഡിമെന്റേഷൻ മെത്തേഡ് വഴി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. റിയോളജിക്കൽ മെത്തേഡ്, ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡ്, മൈക്രോമെറിറ്റിക് മെത്തേഡ്. സോ നമ്മുടെ സ്റ്റെബിലിറ്റി നമ്മൾ അറിയുന്ന ഇവാലുവേഷൻ ടെസ്റ്റ് ആണ് സെഡിമെന്റേഷൻ, റിയോളജിക്കൽ, ഇലക്ട്രോ കൈനറ്റിക് ആൻഡ് മൈക്രോമെറിറ്റിക്സ്. സോ സ്റ്റെബിലിറ്റി കൺസിഡറേഷൻ പറയുവാണ്. സോ ബേസിക്കലി പാർട്ടിക്കിൾസുകൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നിന്നില്ല, സ്റ്റേബിൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുലേഷൻ ഇത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് കെമിക്കൽ ഫിസിക്കൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി സെഡിമെന്റേഷൻ റേറ്റ് അല്ലെങ്കിൽ സെറ്റിലിങ്ങിനെ പറ്റി പറയാൻ പോവാണേ. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റിൽ വായിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. മേ ബി മെത്തേഡ്സ്, റിയോളജിക്കൽ മെത്തേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ സെഡിമെന്റേഷൻ റേറ്റ് V ആണെങ്കിൽ V ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പാർട്ടിക്കിൾ സൈസ് D, density of particle ρ1, density of the vehicle ρ2, accelerated due to gravity G and viscosity of vehicle V, and Stokes volume provide a mathematical relation to calculate sedimentation velocity. So basically നമുക്ക് സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെറ്റിലിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട സ്റ്റോക്ക് ലോ ആയിരിക്കണം. സോ V is equal to D2 ρ1 minus ρ2 into G divided by 18 ആണ്. സോ ബേസിക്കലി സെഡിമെന്റേഷൻ വെലോസിറ്റി ഞാൻ ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല അതുപോലെ തന്നെ പഠിക്കുക. The formula demonstrates the sedimentation velocity is directly proportional to square of the particle dimension and difference in density between the particle and the vehicle and inversely proportional to the viscosity of vehicle. സോ എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഈ ഫോർമുലേഷനിൽ നമ്മൾ പറയുന്നത് സെഡിമെന്റേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആണ്. ഏതുമായിട്ട്? പാർട്ടിക്കിൾ ഡയമീറ്ററുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. എന്നാൽ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ബിറ്റ്വീൻ ദ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റിയിലെ ഡിഫറൻസും വെഹിക്കിളും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വിസ്കോസിറ്റി ഓഫ് വെഹിക്കിൾ ആണ്. നമ്മുടെ വെഹിക്കിളിന്റെ വിസ്കോസിറ്റിയുമായിട്ട് എന്താണ്, വെഹിക്കിളുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് എന്നുള്ളതാണ്. ഫോർമുല പഠിക്കുക. അങ്ങനെ സെഡിമെന്റേഷൻ റേറ്റ് എന്ന് മേ ബി 2 മാർക്കിന് ചോദിക്കാം, അപ്പോൾ ഫോർമുല എഴുതി കൊടുത്താൽ മതിയാവും. സ്റ്റോക്ക് ലോക്കിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മേ ബി നെഗറ്റീവ് ഡെൻസിറ്റി ഡിഫറൻസ് കാണിക്കാം. പിന്നെ ഹൈ കണ്ടന്റ് ഡിസ്പേഴ്സ്ഡ് സോളിഡ്സ് നെഗറ്റീവാണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ലിമിറ്റേഷൻ ആണ്.
ബ്രൗണിയൻ മൂവ്മെന്റ് ലിമിറ്റേഷൻ ആണ്. ബ്രൗണിയൻ മൂവ്മെന്റ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്നൊക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് സെഡിമെന്റേഷൻ ഇൻ ഫ്ലോക്ലേറ്റ് ആൻഡ് ഡീപ് ഫ്ലോക്കൽ സിസ്റ്റം ആണ്. സോ സെഡിമെന്റേഷൻ വോളിയം ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു വി യു ബൈ വി യു ആണ്. സോ വി യു മീൻസ് ഇക്വിലിബ്രിയം വോളിയം ഓഫ് സെഡിമെന്റേഷനും വി യു ആണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് സസ്പെൻഷനുമാണ്. ഡിഗ്രി ഓഫ് ഫ്ലോക്കുലേഷൻ ബീറ്റ ആണെങ്കിൽ അതിന്റെ ഫോർമുല ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എഫ് ആൽഫ ഈ സെഡിമെന്റേഷൻ വോളിയം ഓഫ് ദ ഡീപ് ഫ്ലോക്കൽ സിസ്റ്റം. സോ ഇതിൽ ഫോർമുല മാത്രം പഠിച്ചു പോയാൽ മതി, കാര്യമായിട്ടൊന്നും പഠിക്കണ്ട. സോ ക്രിസ്റ്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഓസ്വാൾഡ് റൈപ്പണിംഗ് എന്ന് പറയാ. സോ ബേസിക്കലി ഇത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അഫക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ക്രിസ്റ്റൽ ഗ്രോത്ത് പറയുക. നമ്മുടെ ഇതിലുള്ള പാർട്ടിക്കിളിന്റെ സൈസിനെ അഫക്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ എന്താ വെച്ചാൽ പ്രിവെന്റിംഗ് മെഷേഴ്സ് ഇൻക്ലൂഡിംഗ് മെയിൻറ്റെയിനിങ് എ നാരോ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ആൻഡ് യൂസിങ് സർഫാക്റ്റീവ് ഏജന്റ് ഓർ പോളിമെറിക് കൊളോയിഡ്സ് ഇൻഹിബിറ്റ് ക്രിസ്റ്റൽ ഗ്രോത്ത്. സോ ഈ ക്രിസ്റ്റൽ ഗ്രോത്ത് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് സർഫാക്റ്റീവ് ഏജൻസുകളോ അല്ലെങ്കിൽ പോളിമെറിക് കൊളോയിഡ്സുകളോ നമ്മൾ യൂസ് ചെയ്യും. സോ ക്രിസ്റ്റൽ ഗ്രോത്ത് നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്ര ആലോചിക്കുക, ക്രിസ്റ്റൽ ഗ്രോത്തിന് 2 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ പറയുക പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനെ അഫക്ട് ചെയ്യുന്നതാണ് ക്രിസ്റ്റൽ ഗ്രോത്ത് നമ്മൾ പറയുക. സോ നമ്മളിത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സർഫാക്റ്റീവ് ഏജന്റോ അല്ലെങ്കിൽ പോളിമെറിക് കൊളോയിഡ്സോ യൂസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയുള്ള നോട്ട് നന്നായിട്ട് റെഫറൻസ് വായിക്കുക. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, എക്സാമ്പിൾസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില മെത്തേഡ്സ് പറഞ്ഞപ്പം ആ മെത്തേഡ്സ് ഒന്ന് റെഫറൻസ് ടെക്സ്റ്റ് നോക്കുക, അത് മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. സോ നെക്സ്റ്റ് ഇടണം. ബൈ.